ഹലോ എവ്രി വൺ വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റി എന്താണെന്നാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എഫ് അറ്റ് സി എന്ന് പറഞ്ഞ പോയിന്റിലെ ഡെറിവേറ്റീവ് നമുക്ക് എഫ് ഡാഷ് ഓഫ് സി എന്ന് ഡിനോട്ട് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് സി ഈക്വൾ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എച്ച് ആയിരിക്കും. ഓക്കെ, ദെൻ ജനറലായിട്ട് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൾ ടു ലിമിറ്റ് എച്ച് ടെൻസ് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് ആയിരിക്കും. ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നും അറിയപ്പെടുന്നു. ദെൻ എന്താണ് ഡെറിവേറ്റീവ് എന്ന് നമുക്കറിയാം. ഗ്രാഫിക്കലി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ്. ദെൻ ഈ പോയിന്റിലെ ഡെറിവേറ്റീവ്, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആ പോയിന്റിലെ സ്ലോപ്പ് ഓഫ് ടാൻജൻ ലൈനാണ്. ടാൻജൻ ലൈൻ്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. സോ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, എപ്പോഴാണ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, നമുക്ക് ഗ്രാഫിക്കലി നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം. സോ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് തരികയാണ്. ആ ഗ്രാഫിൻ്റെ അകത്ത് നിന്ന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജൻ ലൈൻ എക്സിസ്റ്റ് ചെയ്യണം. സോ ഒരു ഷാർപ്പ് എഡ്ജ് ഒരു പോയിന്റിൽ വരികയാണെങ്കിൽ ഈ പോയിന്റ് നോക്കാം. ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഷാർപ്പ് എഡ്ജാണ് വരുന്നത്. അവിടെ ടാൻജൻ ലൈൻ്റെ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യത്തില്ല, അൺഡിഫൈൻഡ് ആയിരിക്കും. ആ കേസിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല, ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ സ്മൂത്ത് കർവാണെങ്കിൽ ആ പോയിന്റിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സിസ്റ്റ് ചെയ്യും, കാരണം സ്ലോപ്പ് ഓഫ് ടാൻജൻ ലൈൻ എക്സിസ്റ്റ് ചെയ്യും. സോ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഡിഫറൻഷ്യബിലിറ്റി ഗ്രാഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിന് ഒരു റിസൾട്ടാണ്, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആണെന്ന് വെച്ച് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എഫ് ഡിഫറൻഷ്യബിൾ ആണ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും സി എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഫംഗ്ഷൻ സിയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് വെച്ച് ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് പോയിന്റ് സിയിലായിരിക്കും. നേരെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. നേരെ തിരിച്ചുള്ള പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആണ് എന്ന് വെച്ചുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. ഓക്കെ, ദെൻ വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ആണ്. ദെൻ അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അതിന് നിങ്ങൾക്ക് ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, വൈ ഡാഷ് എന്ന് എഴുതാം, വൈ വൺ എന്ന് എഴുതാം, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അതിന് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. ഈ ബേസിക് റിസൾട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററിലെ പ്രധാന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ, ക്വസ്റ്റ്യൻ റൂളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്. സോ നമുക്ക് ചോദ്യങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ബി ഷേപ്പിലുള്ള ഗ്രാഫാണ്. ഓക്കെ, സോ ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചോ, ദെൻ ഒറിജിനലോട്ട് ടച്ച് ചെയ്ത് ഇതായിരിക്കും ബി ഷേപ്പിലുള്ള ഗ്രാഫാണ്. ദെൻ ചെക്ക് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. സോ ബൈ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ചെയ്യാം. അല്ലാണ്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ പറയാൻ പറ്റും. ഇനി ജനറലായിട്ട് നമ്മളെങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എച്ച്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് ആണ്. മോഡുലസ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 0 ആൻഡ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. സോ ഈ ലിമിറ്റ് എന്താണെന്ന് നോക്കാം. ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എച്ച് 0 മൈനസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 0 പ്ലസ് സി എന്ന് പറയുന്നത് 0 പ്ലസ് എച്ച്. ഓക്കെ, എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എച്ച് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ലെഫ്റ്റിൽ ഫംഗ്ഷൻ എഫ് 0 മൈനസ് എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എച്ച് ആണ്. ഓക്കെ, 0യുടെ ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ മൈനസ് എക്സ് ആയിരിക്കും. സോ എഫ് ഓഫ് എച്ച് എന്തായിരിക്കും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് മൈനസ് എച്ച് ആയിരിക്കും, മൈനസ് എച്ച്. ദെൻ എഫ് ഓഫ് 0യിൽ ഫംഗ്ഷൻ വാല്യൂ 0 തന്നെ, മൈനസ് 0 ഡിവൈഡ് ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്നിട്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എച്ച് എന്ന് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എച്ച് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എച്ച് ആണിത്, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ
എക്സ് തന്നെ, എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ എക്സ് തന്നെ. സോ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എച്ച് തന്നെ മൈനസ് എഫ് ഓഫ് സീറോ സീറോ ഡിവൈഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറൻ്റ് ആണ്. സോ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ല. സോ നമുക്ക് പറയാം ഫംഗ്ഷൻ ഈ പോയിന്റിൽ സീറോയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കത്തില്ല, ബാക്കി എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇത് ഐഡൻറ്റിഫൈ ആവുന്നതാണ്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. ട്രൂ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൾവേസ് ഡിഫറൻഷ്യബിൾ. കണ്ടിന്യൂസ് ഇംപ്ലൈസ് ഡിഫറൻഷ്യബിൾ. പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. ലോഗ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഈസ് ദിസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ? വൈ? ഇത് ഡിഫറൻഷ്യബിൾ ആണ്. ഇത് എന്തിൻ്റെ ഗ്രാഫാണിത്? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മുതൽ സൈനിക്സിൻ്റെ ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കുമ്പോൾ സൈനിക്സിൻ്റെ ഗ്രാഫാണ്. നമുക്ക് സൈനിക്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ ഇങ്ങനെ താഴോട്ടാണ് വരേണ്ടത്, പക്ഷേ അത് നേരെ മുകളിലോട്ടിരിക്കുന്നത്, അതായത് ഇതിൻ്റെ പോസിറ്റീവ് എടുത്തിരിക്കുന്നത്. സോ മോഡുലസ് ഓഫ് സൈനിക്സിൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, മോഡുലസ് ഓഫ് സൈനിക്സിൻ്റെ ഗ്രാഫാണ് ഇത്. എവിടെയൊക്കെയാണ് ഡിഫറൻഷ്യബിൾ അല്ലാതാകുന്നത്? ഡിഫറൻഷ്യബിലിറ്റിയുടെ കണ്ടീഷൻ നമുക്കറിയാം. ഡിഫറൻഷ്യൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇതുപോലെ തന്നെ ഷാർപ്പ് എഡ്ജ് എവിടെയൊക്കെ വരുന്നത് നോക്കിയാൽ മതി. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്, ഇവിടെ ഷാർപ്പ് എഡ്ജ് ഉണ്ട്, ഈ പോയിന്റ്സിലെല്ലാം ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്. ഈസ് ദിസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ? വൈ? ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, കാരണം എല്ലാ പൈ ബൈ ടുയുടെ എല്ലാ മൾട്ടിപ്പിളും പൈ ബൈ ടു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. ഓക്കെ, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 2n+1 π/2 ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, കാരണം അവിടെയെല്ലാം ഫംഗ്ഷൻ്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. സോ ഇവിടെയെല്ലാം ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സ്മൂത്ത് കർവ് അല്ല, അവിടെ ഷാർപ്പ് എഡ്ജാണ് വരുന്നത്. ദെൻ നോക്കുക, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഡിസ്കസ് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഒബ്റ്റൈൻഡ് ഇൻ പാർട്ട് എ. സോ നമുക്ക് ഈ ഗ്രാഫ് നമുക്കറിയാം. ഗ്രാഫൊന്നും നമുക്ക് ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും. ഈ ഗ്രാഫ് ഒറ്റ ഒബ്സർവേഷനിൽ തന്നെ ഈ പോയിന്റിൽ മാത്രമാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതാകുന്നത്, കാരണം അവിടെ ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്, ബാക്കിയെല്ലാം സ്മൂത്ത് കർവാണ്. ഓക്കെ, നൗ ഹൗ മെനി ഓഫ് ദ ഫംഗ്ഷൻസ് ആർ നോട്ട് ഡിഫറൻഷ്യബിൾ? സോ ഫംഗ്ഷൻസ് നോക്കുക. മോഡുലസ് ഓഫ് എക്സ്, മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. മോഡുലസ് ഓഫ് എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. ദെൻ മോഡുലസ് ഓഫ് എക്സ് ഓൾ ക്യൂബിൻ്റെ ഗ്രാഫ് അറിയാം. ദെൻ മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം, ദാറ്റ് ഈസ് വി ഷേപ്പിലുള്ള ഗ്രാഫാണ്, ഉറപ്പായിട്ടും സീറോയിൽ കണ്ടിന്യൂസ് ആയിരിക്കില്ല. ദെൻ അടുത്ത ഗ്രാഫ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. മോഡുലസ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് മോഡുലസ് ഓഫ് എക്സിൻ്റെ സ്ക്വയറാണ്. സോ അതിൻ്റെ ഗ്രാഫ് വി ഷേപ്പിലുള്ള ഗ്രാഫ് തന്നെയാണ് വരിക. ഓക്കെ, ദെൻ മോഡുലസ് ഓഫ് എക്സ് ഓൾ ക്യൂബ്, മോഡുലസ് ഓഫ് എക്സ് ഓൾ ക്യൂബിൻ്റെ ഗ്രാഫ് സ്മൂത്ത് കർവായിരിക്കും വരിക. സോ ആ കേസിൽ നമുക്കറിയാം ഫംഗ്ഷൻ എപ്പോഴാണ് ഡിഫറൻഷ്യബിൾ ആകുന്നത്. ഇതിനകത്ത് ഏതൊക്കെ ഫംഗ്ഷൻ ആയിരിക്കും ഡിഫറൻഷ്യബിൾ? മോഡുലസ് ഓഫ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് കണ്ടുപിടിക്കണം. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഈ ഫോമുലൊരു ഗ്രാഫാണ്. ദെൻ ഈ പാർട്ട് നേരെ പോസിറ്റീവ് ആക്കുക, അപ്പോൾ നമുക്ക് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫായി, മോഡുലസ് ഓഫ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫായി. സോ ഈ മോഡുലസ് ഓഫ് എക്സ് ഓൾ ക്യൂബിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഓക്കെ, ദെൻ ഇത് മാത്രമാണ് സ്മൂത്ത് കർവ് വരുന്നത്. സോ ഈ ഫംഗ്ഷൻ മാത്രം ഡിഫറൻഷ്യബിൾ ആയിരിക്കും, ബാക്കി രണ്ട് ഫംഗ്ഷനും സീറോയിൽ ഡിഫറൻഷ്യബിൾ അല്ല. സോ ഇതിനകത്ത് നോട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 2 ആയിരിക്കും കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, എഫ് ഓഫ് എക്സുകൾ മോഡുലസ് ഓഫ് എക്സ് സീറോയിൽ കണ്ടിന്യൂസ് അല്ല, ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കണ്ടു. ഇതിൻ്റെ കാരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, സോ ഡിഫറൻഷ്യബിലിറ്റി വേറെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈസി ആയിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.